അങ്ങനെയാണെങ്കിൽ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവരെ നമുക്ക് വേണമെങ്കിൽ ദ വെറിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരൊരു ആശങ്കയുടെ ടീമായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവർ ലൈഫിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടുന്ന ആളുകളായിരിക്കും. എൻ്റെ ലൈഫിൽ അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ, ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇതുപോലത്തെ സംഗതികൾ നടക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കുകയുള്ളൂ, ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഇതുപോലെ സംഭവിക്കുകയുള്ളൂ തുടങ്ങിയിട്ട് ലൈഫിൽ ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ആശങ്കപ്പെട്ട് വെറി ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടം ഓവർ തിങ്കേഴ്സ് ആണ് രണ്ടാമത്തെ വിഭാഗം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രൗണ്ടിങ്. നമ്മളെ ടീം ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിൽ ഒരു ടോപ്പിക്കാണ് മൈൻഡ്ഫുൾനെസ്. അതായത് നമ്മൾ ഇന്നത്തെ കാലത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ സമയത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ ഒരുപാട് സംഗതികൾ ചെയ്യുക എന്നുള്ളത് എന്താണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഫിയറിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഫാക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഫിയർ ഓവർ ഫാക്ട്. നിങ്ങൾ അതിനെ പേടിക്കുന്ന സംഗതി, അങ്ങനെ സംഭവിച്ചാലോ ഇങ്ങനെ സംഭവിച്ചാലോ എന്നുള്ള സംഗതികളെ കുറിച്ചിട്ടൊക്കെ പേടിച്ച് നടക്കുന്നതിനേക്കാൾ അതിൻ്റെ ഫാക്റ്റ്, അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.